മനുഷ്യ ജീവിതം തന്നെ പാടെ മാറ്റിമറിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യം തോന്നുന്നത് ഇതെങ്ങനെ ഇത് പ്രസവിക്കുന്നു എന്നുള്ളതാണ്. അഥവാ റോബോട്ടുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കുറേ അവയർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരുപടി മുന്നോട്ട് പോയിട്ട് ഗർഭം ചുമക്കാൻ പറ്റുന്ന, ഗർഭം ധരിക്കാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. 2027 അത് വിപണികളിൽ എത്തും, വ്യാപാരാടിസ്ഥാനത്തിൽ തന്നെ വിപണികളിൽ കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു പ്രഖ്യാപനം കൂടി ചൈന സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൃത്രിമ ഗർഭപാത്രം പേർന്ന മനുഷ്യാകാരമുള്ള റോബോട്ടിൻ്റെ ചൈനീസ് ഗവേഷകർ താമസിയാതെ തന്നെ അതിൻ്റേതായ അഫോർഡബിൾ ആയിട്ടുള്ള വിലക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 2027 അത് വാണിജ്യാടിസ്ഥാനത്തിൽ ലോകത്തെമ്പാടും ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു വലിയ മത്സരം, കിടമത്സരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് ചൈനയുടെ വലിയ റിസർച്ച് സെൻറ്ററുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 ലക്ഷം രൂപ മാത്രം മതിയാകുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വാർത്തക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അഥവാ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണോ വളരുന്നത് അതുപോലെ ഈ റോബോട്ടിൻ്റെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞ് അഥവാ മനുഷ്യൻ്റെ കുഞ്ഞ് ജനിക്കുകയും അത് വളർന്നു വരികയും പിന്നീട് പ്രസവിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു പുതിയ ആശയത്തിന് മുളപൊട്ടുകയും അതങ്ങനെ തന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന രീതിക്ക് വളർന്നു വന്നിട്ടുള്ള ഒരു വലിയ ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ്റെ എല്ലാ സാങ്കേതിക വിപ്ലവവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് സ്ത്രീകൾ ആവശ്യമില്ലാത്ത ഗർഭധാരണത്തിനും പ്രസവത്തിനും വേണ്ടിവരുന്ന ആകെത്തുക 12 ലക്ഷം രൂപയാണ്. സ്ത്രീകളെ ആവശ്യമില്ല എന്ന് പറയുമ്പം വളരെ വിശാലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും സഹിച്ചും കൊണ്ടും കൊടുത്തും നമ്മൾ പോറ്റി വളർത്തുന്ന അല്ലെങ്കിൽ പോറ്റിക്കൊണ്ടെടുക്കുന്ന സ്ത്രീകളെന്ന് പറയുന്നത് മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് ഡിസ്പോസിബിൾ കാറ്റഗറിയിലേക്ക് സ്ത്രീകൾ മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള രീതിക്ക് വരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം തൻ്റെ മകനെ പോറ്റുന്ന അല്ലെങ്കിൽ മകളെ പോറ്റുന്ന ഒരാൾ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് വലിയ പരിഗണന പുരുഷ സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പോൾ അത് തൽക്കാലം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇങ്ങനെ ഒരാൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയോളം കൊടുത്തിട്ട് ഇങ്ങനെ റോബോട്ടിനെ കൈക്കലാക്കിയാൽ പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ റോബോട്ടിലൂടെ സാധ്യമാകും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അതിന് കുട്ടി ജനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള ഗൗരവത്തിലെടുത്ത ഒരു വസ്തുത തന്നെയാണ്. ഏതായിരുന്നാലും ഇത്തരം വിഷയങ്ങൾക്ക് പിന്നണി പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള മാതൃത്വം എന്ന പ്രക്രിയ മായ്ച്ചു കളഞ്ഞ് പുതിയൊരു മനുഷ്യരാശിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് മനുഷ്യൻ ഭയപ്പാടോടുകൂടെ തന്നെയാണ് കാണേണ്ടി വരിക. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രകൃതിദത്തം അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് മാറി ഒരു മിഷൻ പ്രവർത്തിക്കുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാന ഘട്ടത്തിൽ അവൻ്റെ പതനം അവനെക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു കണ്ടുപിടുത്തമാണ് ഇനി വരാനുള്ളത് എന്ന് ശാസ്ത്രലോകം തന്നെ വിലയിരുത്തുന്നുണ്ട്. അതേപോലെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൈവ ടെക്നോളജി വികസിപ്പിച്ച ഗർഭപാത്രം ഒരു റോബോട്ടിൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക, എന്നിട്ട് അതിൽ എങ്ങനെയാണോ മനുഷ്യൻ സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ആണ് പെണ്ണായിട്ട് ഈ സെക്സ് ചെയ്യുന്നത് അതുപോലെ സെക്സ് ചെയ്ത് അതിൽ തന്നെ ആ ഭ്രൂണത്തിന് വളർച്ച വന്നു. അങ്ങനെ അതിന് ഘട്ടം ഘട്ടമായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തത്തിലും കൂടി ഇത് വഴിതെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ആ ഒരു ബീജം അതിലേക്ക് അണ്ടത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റേതായ ആ രീതിക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആ നിക്ഷേപം ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുക. പക്ഷേ പിൽക്കാലത്ത് ഒരു 6 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സുഖവും ഈ റോബോട്ടിൽ നിന്ന് കിട്ടുകയും ഒരു സ്ത്രീ എങ്ങനെയാണോ തൻ്റെ മകനെ നോക്കുന്നത് അതുപോലെ തൻ്റെ മകനെ നോക്കാൻ പ്രാപ്യമാകുന്ന രൂപത്തിലുള്ള റോബോട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം ശാസ്ത്രജ്ഞർക്ക് നേരത്തെ ഉള്ള ഒരു ആശയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സജീവമായിട്ടുള്ള റിസർച്ചുകളും കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഗർഭപാത്രത്തിൻ്റെ സവിശേഷതകൾ നേരത്തെ തന്നെ കൃത്യമായി സൃഷ്ടിച്ചിട്ടുണ്ട്. കൃത്യമായി സൃഷ്ടിച്ച അമ്നിയോട്ടിക് ദ്രാവകവും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു നൽകാൻ പൊക്കിൾക്കൊടിയുടെ പ്രവർത്തനത്തിന് വേണ്ട ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്ന ട്യൂബും അടങ്ങുന്ന ഒരു ഉപകരണ സംവിധാനമാണ് ഇതിലുള്ളത്. അമേരിക്കൻ ഗവേഷകൻ
2017 വളർച്ചയെത്താത്ത ആൺകുട്ടികളുടെ സമാനമായ ജൈവ ബാഗുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത നമ്മൾ ആ കാലത്ത് വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. ഒരു പൊക്കിൾക്കൊടിയുടെ ധർമ്മം എന്താണോ ആ ഒരു ധർമ്മം ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ആ ഒരു സംവിധാനത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടി സുരക്ഷിതമായിരിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഒരു വിട്ടുവീഴ്ച മനോഭാവം, അതുപോലെ തന്നെ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ താലോലിക്കേണ്ട ഒരു ഘട്ടം, അതൊക്കെ എങ്ങനെയാണ് ഇവർ ഓവർകം ചെയ്യുക എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം മനുഷ്യനെന്ന് പറയുന്നത് വികാരവും അതേപോലെ തന്നെ പ്രതീക്ഷയും ഭയവും പേടിയും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ ഒരു മിഷനെ സംബന്ധിച്ചിടത്തോളം എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് കിട്ടുക. അങ്ങനെയുള്ള ഒരു മിഷൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊടുത്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പരിലാളനയും അതുപോലെ തന്നെ അതിൻ്റെ ആശ്രയം എന്തൊക്കെയാണ്, ആ മുലയോട്ടിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണാർത്ഥത്തിൽ ഇത് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് 2027 കൂടെയാണ്. 2026 മധ്യ സമയത്ത് അഥവാ ഒരു 6 മാസത്തിന് ശേഷം തന്നെ വിപണിയിൽ എത്തിക്കാൻ വേണ്ടി പല കമ്പനികളും ചൈനയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ശ്രമകരം മാത്രമാണെന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പല കമ്പനികളുമായിട്ട് ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ മുന്നോട്ട് കുറേ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും ഈ ലോകത്തിന് മുമ്പിൽ അൺവീൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു കുട്ടി ജനിക്കാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ലോകക്രമം ഇവിടെ പാകപ്പെടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. നടക്കൂല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് സാധാരണക്കാരായ നമുക്ക് പോലും അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ രൂപത്തിൽ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ആ സമയത്ത് ഈ പെണ്ണ് ഇന്ന് കല്യാണം വേണ്ട, ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സമീപനം അത് അവരുടെ അവസാനത്തേക്കുള്ള ഒരു ഘട്ടം കൂടി ആയിരിക്കുമോ എന്ന് തോന്നുന്ന രൂപത്തിലാണ്. കാരണം പലപ്പോഴും കേരളത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് ആളുകൾക്ക് വിവാഹം അഥവാ ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ, യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതിനിടെയാണ് എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീയുടെ സുഖം കിട്ടുന്ന രൂപത്തിലും അതുപോലെ തന്നെ സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നത് പോലെ ഈ റോബോട്ടിൽ ഗർഭധാരണം നടത്താൻ പറ്റുന്ന രീതിക്കും ഒരു കണ്ടുപിടുത്തവുമായിട്ട് ചൈന കമ്പനി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഇനി ഒരു സ്ത്രീകളുടെ ആ ഒരു കാര്യങ്ങൾ എത്രത്തോളം പരാജയമാകും അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടി വരും എന്നുള്ളതൊക്കെ കാലക്കൂട്ടി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലം ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾ കൂടുതൽ പ്രതിരോധത്തിൽ ആകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളുമായി പങ്കുവെക്കുമ്പോൾ കൂടുതലായി സ്ത്രീകളോട് വളരെ സാമീപ്യത്തോടെ മുന്നോട്ട് പോകാൻ സ്ത്രീ സമൂഹം അല്ല പുരുഷ സമൂഹം മുന്നോട്ട് വരുന്നത് അവരുടെ മക്കളെയും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെയും ഇവർ പരിരക്ഷിക്കുന്നു എന്നതുകൊണ്ടും അതുപോലെ തന്നെ ആവശ്യമായ സെക്സുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഇത് രണ്ടും എല്ലാ അർത്ഥത്തിലും ഒരു റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും സ്ത്രീയുടെ ഭാവി എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.